ഹലോ ഗൈസ്, അപ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞമ്മക്ക് ഇതുകൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കി വെക്കാം. ഉത്തമ വേണ്ട മാങ്ങ കേട്ടോ. കഴുകിയിട്ടൊരു പുഡിങ്. അപ്പം അതാ മാങ്ങ നുറുക്കിയിട്ട് ജാറൊക്കെ ഇട്ടോ. പഞ്ചസാര ഇടുക, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത് കേട്ടോ. ഏലക്ക ഇട്ടോ. ഇനി ജ്യൂസ് ആക്കി കൊല്ലുക. അരച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. മാങ്ങാ ജ്യൂസ് ഇത് കൊഴിച്ചിട്ടോ. വെള്ളം ഉപ്പിട്ട് കൊടുക്കട്ടോ. അപ്പൊ അത് റെഡി ആയിക്കോട്ടോ. നമുക്ക് പാലടുപ്പത്ത് വെക്കാം. പാലടുപ്പത്ത് വെച്ചു. ഇനി പാലിക്ക് ആവശ്യമുള്ള മധുരമിടാം. അപ്പൊ ഇതാ നമ്മുടെ മാംഗോ ജാം, നമ്മുടെ പാല്, നമ്മുടെ കസ്റ്റാർഡ് പൗഡർ. ഇതൊക്കെ പാൽ ഒഴിച്ചിട്ടോ. ഇനി ഇതിങ്ങനെ ഇളക്കാം, കട്ട കുടിക്കാതെ. കസ്റ്റാർഡ് പൗഡർ നല്ലോണം ഇളക്കുക. അതാ അത് സെറ്റായി നിർത്തിട്ടോ. നമുക്കത് ചൂടാറിയ കുടിക്കും. അപ്പത്തിന് നമുക്ക് ഈ പാത്രത്തിൽ ഇതാ ഇതിന്റെ അടിയിൽ ബ്രെഡ് ഇതാക്കി വെക്കട്ടോ. ആദ്യം ബ്രെഡ് ഇതാക്കുക, കേട്ടോ. അതിന്റെ മേലെ മാങ്ങയുടെ അത് വയ്ക്കുക. അതിന്റെ മേലെ കസ്റ്റാർഡ് പൗഡറും പാലും ഉണ്ടാക്കിയത് വയ്ക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ ബ്രെഡ് സെറ്റാക്കി വെക്കാം. അപ്പൊ അതാ ബ്രെഡ് വെച്ചിട്ട് അതിന്റെ മേലെ മാങ്ങയുടെ അത് ആക്കിട്ടോ. ഇതെല്ലായിടത്തും ആക്കട്ടെ കേട്ടോ. അപ്പൊ അതാ മാങ്ങയുടെ എല്ലായിടത്തും ആക്കി. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെക്കട്ടോ. പിന്നെ അതിന്റെ മേലെ പിന്നെയും ബ്രെഡ് വെക്കുക, പിന്നെയും മാങ്ങയുടെ വയ്ക്കുക. അങ്ങനെ അങ്ങനെ സെറ്റാക്കുക. ബ്രെഡ് വെക്കട്ടോ. അപ്പൊ ദാ ബ്രെഡ് വെച്ചു. പിന്നെയും മാങ്ങയുടെ
ജാം ഒഴിച്ചു, പിന്നെയും കസ്റ്റാർഡ് പൗഡറിൻ്റെ ഇത് ഒഴിച്ചു, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു കേട്ടോ, നട്ട്സൊക്കെ ഇട്ടു. ഇനി നമുക്ക് 4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക്. ഓട്ടോമാറ്റിക് ഭാഗത്തേക്ക് ആയിട്ടില്ല മളെ. ഇതെന്താ ഇങ്ങനെ സെറ്റാകായിട്ട്? അന്നത്തെ അതേ ടേസ്റ്റ് തന്നെ രസം കേട്ടോ. ഒന്നും കൂടി സെറ്റ് ആണ്ട്. അത് ടീച്ചറിൽ വെച്ചാൽ